ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനുപമ തൻ്റെ അച്ഛനോട് പറയാണ്, അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. രഘുവേട്ടനെയും അമ്പിളി ചേച്ചിയും കണ്ടു, അവർ വലിയ വിഷമത്തിലാണ്. അച്ഛൻ്റെ ഈ മൗനം അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നത്. അച്ഛൻ എന്തിനാണ് അവരോട് പിണങ്ങി നിൽക്കുന്നത്? അതെ, ഞാൻ അവരെ വിഷമിപ്പിച്ചിട്ടൊന്നുമില്ല. അവരവരുടെ കുഞ്ഞിനെ നോക്കാനൊന്ന് പഠിക്കട്ടെ, എങ്കിലാണ് അവർക്ക് ഇനി ജീവിതം ഉണ്ടാവുള്ളൂ. അച്ഛാ, അവർ ആ ചെയ്തതിൽ അവർ വല്ലാതെ ഖേദിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അച്ഛൻ ഈ മൗനമായി നിൽക്കുമ്പോൾ അവരെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അച്ഛാ, എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു അപേക്ഷയായി അച്ഛൻ എടുക്കണം. രഘുവേട്ടനോടും അമ്പിളി ചേച്ചിയോടും ഈ അകൽച്ച കാണിക്കാതെ അവരെ വീട്ടിലോട്ട് തിരികെ വിളിക്കണം. ഇല്ല, ഞാൻ ഇനി വിളിക്കില്ല. കാരണം ഇത്രയും നാളും അവരുടെ കൂടെയാണല്ലോ ഞാൻ ജീവിച്ചത്. അപ്പോൾ അവരെ എനിക്ക് സങ്കടമില്ലാതെ സന്തോഷം തന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ അവരുടെ മകളെ അവർ നന്നായി വളർത്തട്ടെ. ആ മകളെക്കുറിച്ച് രണ്ടു പേർക്കൊരു ഓർമ്മയും ധാരണയൊക്കെ ഉണ്ടാവട്ടെ. അല്ലാതെ ഇനി അവർക്ക് വേണ്ടി ജീവിക്കുന്നതിൽ, അവർക്ക് വേണ്ടി ഞാൻ അവരുടെ ഒപ്പം നിൽക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് പറയണം കേട്ടോ. ഈ വാക്കുകൾ കേൾക്കുന്ന തൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം തോന്നിയിട്ട് അനുപം പറയാണ്, അച്ഛൻ ആ പറഞ്ഞതിൽ ശരിയുണ്ട്. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. രഘുവേട്ട ഇപ്പോൾ കമ്പനി കാര്യത്തിലോട്ടൊക്കെ ശ്രദ്ധ വരുന്നു, കമ്പനിയിലോട്ട് പോകാൻ ഒരുങ്ങുന്നു, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യത്തിലും. എന്നാൽ അച്ഛനാണെങ്കിലും പിണങ്ങി നിൽക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ അത് സമനില തെറ്റുന്നത് പോലെയാണ്. അതുകൊണ്ട് അച്ഛനെ അവരോടൊന്നും മിണ്ടാം. ഇതെൻ്റെ അപേക്ഷയാണെന്നൊക്കെ പറയുമ്പോൾ എന്നാൽ നോക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. തീർത്ത് പറയുന്നില്ല. പിന്നീട് വിനയനെയാണ് കാണിക്കുന്നത്. വിനയൻ അമ്പിളി രഘുവിൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അമ്പിളി ചായയൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ വന്നത് ദാസങ്ങൾ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ്. അതിന് ചീരു ഇന്ന് രാത്രിയാണ് സിംഗപ്പൂരിലോട്ട് പോകുന്നത്. ഓ ആണോ വിനയ, നീ വിളിച്ചു നോക്കിയില്ലേ എന്ന് അമ്പിളി ചോദിക്കുകയാണ്. ഞാൻ വിളിച്ചില്ല. അവൾ നിനക്ക് വിളിച്ചില്ലേ? ഇല്ല, എനിക്ക് വിളിച്ചില്ല. എനിക്ക് വിളിക്കണം തോന്നിയില്ല. പിന്നെ അമ്മക്ക് വിളിച്ചിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞത് കേട്ടു. അല്ല വിനയ, നിന്റെ മക്കളുടെ വിവരമൊക്കെ എന്താണ്? മക്കളെ അമ്മാവനും കൂടി നന്നായി നോക്കുന്നുണ്ട് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. ഈ പറയുന്ന രണ്ട് മക്കളെ, ഈ പെൺകുട്ടികൾ എന്ന വേർതിരിവ് അപ്പോഴും വിനയൻ കാണിക്കുന്നുണ്ടെന്ന്. ഇതേ സമയം എന്തായാലും ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ വന്നത് രഘുവേട്ട, അത് വിട്ടോളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. എന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അമ്പിളി പറയാണ്. ചിരുവിനെ കുറിച്ച് നീ അങ്ങനെ പറയരുത്. ഇന്നത്തെ കാലത്ത് രണ്ടു പേരും അധ്വാനിക്കണം. അങ്ങനെ അധ്വാനിക്കാനല്ലേ ചിരു പോയിരിക്കുന്നത്. അതിന് വിനയ നീ പിണങ്ങുകയോ തെറ്റുകയോ ഒന്നും ചെയ്യരുത്. നല്ല രീതിയിൽ തന്നെ ചിരുവിനോട് പെരുമാറണം. അവൾ ഒരു വർഷത്തെ കാര്യമല്ലോ ഉള്ളൂ. അവൾ അത് കഴിഞ്ഞ് തിരികെ വരില്ലേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ എന്തായാലും എൻ്റെ മക്കൾക്ക് വേണ്ടി എനിക്ക് ഇനി ജീവിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കുടുംബം നോക്കണം, നല്ലതായി മുന്നോട്ട് പോകണം. അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പറയാനാണ് ദാസങ്ങളിനെ കാണാൻ വന്നത്. ദാസങ്ങളുടെ അറിവിൽ ഒത്തിരി പേരുണ്ടാവുമല്ലോ. കുറച്ച് CCTV ആ ഒരു ഓർഡർ എനിക്ക് കുറച്ച് പിടിക്കണം. ഒരു മാസം ഒരു 10 ഓർഡർ കിട്ടുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. അത്രേ വേണ്ടുള്ളൂ രഘുവേട്ടൻ്റെ കമ്പനിയിലോട്ട് വേണോ? രഘുവേട്ടൻ കമ്പനിയിലോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നു. ഞാൻ നാളെ പോകുന്നുണ്ട്. എൻ്റെ കമ്പനിയിലുള്ള CCTV കേടുണ്ട്. മാത്രമല്ല സ്റ്റോറിലെ ഭാഗത്തൊന്നും CCTV ഇല്ല. അതവിടെ കയറിയപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് വെക്കണമെന്ന്. അപ്പോൾ വിനയ, അത് ആവശ്യമുണ്ട്. എന്തായാലും കമ്പനിയിലോട്ടൊന്നും ഞാൻ പോട്ടെ. ഈശ്വര, ഇത്രയും നല്ലൊരു പെരുമാറ്റം രഘുവേട്ടൻ നിന്നും അമ്പിളി ചേച്ചിയിൽ നിന്നും ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം എന്ന് പറയാനില്ല. അത്രയും സന്തോഷമായിരിക്കുന്നു. ഞാൻ എന്നാൽ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവർ തമ്മിൽ പരസ്പരം നോക്കുകയാണ് കേട്ടോ. വിനയന് ചിരുവിനോട് പിണക്കമാണ്. ഇതൊരു പിണക്കമൊന്നും ആക്കണ്ട എന്ന് പറയുമെങ്കിലും കൂടി ആ ഒരു വാക്കിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല കേട്ടോ. എന്നാൽ ഈ സമയമാണെങ്കിലോ ഇപ്പുറത്തെ അനുപമ എത്തിയിരിക്കുകയാണ് ശേഖരൻ്റെ അടുത്ത്. ശേഖരൻ്റെ കയ്യിലിങ്ങനെ മുറിവിന് മരുന്നിട്ട് കൊടുക്കുകയാണ്. അച്ഛാ, ഈ മുറിവിൻ്റെ മരുന്ന് നല്ലതാണ്, ഇത് തേച്ചാൽ മാറാവുന്നേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല എന്ന് പറയാണ്. എനിക്കറിയാം മോളെ, എന്തായാലും കുഴപ്പമൊന്നുമില്ല മോളെ. നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് നീ ഇവിടെ നിന്ന് പോയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്തോന്ന് സംഭവം അച്ഛാ? അത് പിന്നെ ഞാൻ പറയട്ടെ. ഇത് ഇവിടെ ആരെങ്കിലും കേൾക്കുന്ന ഒരു പേടി എൻ്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ എത്തി നോക്കി ഉടൻ തന്നെ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. ലോട്ടറിയെ സംബന്ധിച്ചുള്ള കാര്യമാണ് ആ ഒരു സംഭവം. അതെ, ഞാൻ എന്നോട് പറഞ്ഞില്ല ഒരു ലോട്ടറിയെക്കുറിച്ച്. പറഞ്ഞു, അമ്മ കത്തിച്ചു എന്നതിനെ കുറിച്ച്. അതിലൊരു ലോട്ടറി, അത് എനിക്ക് അടിച്ചിരുന്നു. 1 ലക്ഷം രൂപ. എന്താ ഈ പറയുന്നത്? 1 ലക്ഷം രൂപയോ? അപ്പോൾ അത് കത്തിപ്പോയോ? ഇല്ല മോളെ, അതങ്ങനെ കത്തിപ്പോയില്ല. കാരണം അത് സത്യമുള്ള പണമാണ്. സത്യമുള്ള പണം ഒരിക്കലും കത്തിപ്പോകത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ്. ആ പണം സുശീലയും സോനമോളും കൂടി അതെടുത്തു. എന്നിട്ട് അവർ അത് ലോട്ടറി കച്ചവടക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി
കൊണ്ടുപോയി അതിൻ്റെ പണം പിൻവലിച്ച് വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ലോട്ടറിക്കാരൻ ഇങ്ങോട്ടേക്ക് ആലപ്പുഴയിൽ നിന്നുള്ള ആ ഏജൻറ്റ് ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ എനിക്കത് അറിയാൻ കഴിഞ്ഞു എന്ന് പറയുന്നു കേട്ടോ. അത് കേൾക്കുന്ന അനുപമക്ക് അത്ര ദഹിക്കില്ല കേട്ടോ. എന്ത് മനുഷ്യന്മാരാണ് ഇവർ, എന്തൊരു സ്വഭാവമാണ്. മറ്റുള്ളവർക്ക് അടിച്ച ലോട്ടറി അതെടുത്തു എന്നതിലല്ല എൻ്റെ പ്രശ്നം. ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെ ചൊല്ലി ശ്യാമും അതുപോലെ തന്നെ സോനയും ഭയങ്കര വഴക്കായി. ശ്യാം ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും സുശീല എന്തൊക്കെ ശ്യാമിനെ പറയുകയൊക്കെ ചെയ്തു. അത് സഹിക്കാനാവാതെ ഇവിടെ നിന്ന് പോയി. അത് പിന്നെ അവരുടെ സ്വഭാവം അങ്ങനെയാലോ, അവർ വാൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് കേട്ട് നിൽക്കാനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. എന്തായാലും ആ ഒരു കാര്യത്തിൽ എനിക്കറിയുന്ന കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ മോളെ അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ശ്യാം ഈ വീട്ടിലോട്ട് വരില്ലെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാനിവിടെ വന്നതിനെ ചൊല്ലിയാണ് അവരുടെ ദാമ്പത്യം തകർന്നതെന്ന് പറഞ്ഞ് നാളെ എൻ്റെ പേരിൽ സുശീല വഴക്കുണ്ടാക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ നീ എന്തെങ്കിലും ചെയ്യണം മോളെ. ഞാനത് ചെയ്തോളാം, എന്തായാലും സങ്കടപ്പെടണ്ട, അച്ഛനൊന്ന് വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അനുപമ സമാധാനിപ്പിച്ച് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. ഇതേ സമയം അനുപമ അകത്തോട്ട് കയറുമ്പോൾ സുശീല പുറത്തോട്ട് ഇറങ്ങി വരുന്നു. എത്തിയോ? എവിടോട്ടായിരുന്നു രാവിലെ തന്നെ കെട്ട് പോയത്? എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോവായിരുന്നില്ലടി. എടി വിച്ചുമാൻ്റെ പേരിൽ ഇനി എങ്ങോട്ടാണ് ഈ കറങ്ങുന്നത്? അതെ, എനിക്ക് എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകണമായിരുന്നു. കെട്ടിലമ്മ എഴുന്നള്ളിയെങ്കിലല്ലേ എനിക്കൊന്ന് പുറത്ത് പോകാൻ പറ്റുള്ളൂ. കെട്ടിലമ്മ എങ്ങോട്ടായിരുന്നു പോയിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണം, ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോയി എന്ന് പറയണേ. എന്നാൽ അതൊന്ന് പറയായിരുന്നില്ലേ? മറ്റുള്ളവർക്കൊന്ന് പുറത്തിറങ്ങാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. ഇവിടെയാണെങ്കിലും ശ്യാമമോളുണ്ട്, ആ ശ്യാമമോളെ നീ ഒന്ന് നോക്കണം. അപ്പോൾ ഉടൻ തന്നെ അനുഭവം, ഞാൻ നോക്കിക്കോളാം, എന്തായാലും അവൾ കട്ടിലിൽ നിന്ന് വീഴുക അങ്ങനെയുള്ള പരിപാടികളൊന്നും പാടില്ല. ഇത്രയും നാൾ ഞാൻ തന്നെയല്ലേ നോക്കിയത്. അല്ല, അങ്ങേരെ സുഖിപ്പിക്കാൻ വേണ്ടി അങ്ങേരുടെ അടുത്തോട്ട് പോകുന്നതിന് എൻ്റെ ആ സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ നോക്കാൻ നിങ്ങളൊന്നും എന്നെ പഠിപ്പിക്കണ്ട. ഇത്രയും കാലം ഞാൻ നോക്കിയ എനിക്ക് ഇനിയും നോക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് വാതിലങ്ങ് അടക്കുകയാണ് കേട്ടോ. ഇത് കാണുന്ന സുശീലയ്ക്ക് ദേഷ്യം പിടിക്കുമെങ്കിലും കൂടി തൻ്റെ ദേഷ്യമൊക്കെ അനുപമയുടെ മുന്നിൽ ഇറുക്കി പിടിക്കാനേ കഴിയുള്ളൂ. പല്ലിൽ കടിച്ചമർത്തി നിർത്തുകയാണ്. പിന്നീട് അർഷയും സുശീലയും തമ്മിൽ കണ്ടുമുട്ടണം. അവരൊരു ചായക്കടയിൽ ഇരുന്ന് ചായ കുടിക്കുന്ന ആ രംഗമാണ്. അപ്പോൾ അർഷ പറയാണ്, ഇതിനെന്തിനാ ആൻറ്റി ഇത്ര വിഷമിക്കുന്ന? ആൻറ്റിയുടെ ഭർത്താവിൻ്റെ പണമല്ല ആൻറ്റി എടുത്തത്, അതല്ലടി അർഷ, അതിനെ ചൊല്ലി അവിടെ ഒരു വഴക്കുണ്ട്, അതൊരു മോഷണം പോലെയല്ലേ ചെയ്തിരിക്കുന്നത്, അതിപ്പോൾ അത്ര വിഷയമാക്കാനില്ല ആൻറ്റി അത് അതിൻ്റെ വഴിക്ക് വിട്. അങ്ങനെയല്ല അർഷേ, അത് എൻ്റെ സത്യനും ഇന്ദ്രനും ഏറ്റെടുത്തിരിക്കുന്നു. അതിനെ ചൊല്ലി ആ ശ്യാമും സോനയും തമ്മിൽ വഴക്കായി. സോനയെ എനിക്കൊപ്പം നിർത്താൻ കഴിയും, പക്ഷേ സത്യനെയും ഇന്ദ്രനെയും എനിക്കൊപ്പം നിർത്താൻ കഴിയില്ല. അവർ എന്നിൽ നിന്ന് അകന്നു പോയ അത് വലിയ ആപത്താണ് എൻ്റെ ആൻറ്റി, അതൊക്കെ തോന്നലാണ്. എന്തായാലും അയാളിപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുന്നില്ല, അയാളെല്ലാം എനിക്കൊപ്പം നിന്നിട്ടാണ്. അപ്പോൾ അത് നല്ല കാര്യമില്ലേ ആൻറ്റിക്ക്, നല്ല കാര്യമില്ലേ ചെയ്തു തരുന്ന ആ ശേഖരൻ? അത് കേട്ട ഉടൻ തന്നെ അയാൾ നല്ലതല്ല, അയാൾ കുബുദ്ധിയുള്ളവനാണ്, അത് അവൻ കളിക്കുന്നൊരു കളിയാണ്, അത് ആൻറ്റിയുടെ തോന്നലാണ്. ആൻറ്റി ഇപ്പോൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്തായാലും പക്ഷേ അത് വേണ്ടായിരുന്നു. ആ 1,00,000 രൂപ ഏജൻറ്റിൻ്റെ കയ്യിൽ വേറെ ആരുടെയും കൊണ്ട് മേടിപ്പിച്ചാൽ മതിയായിരുന്നു. എൻ്റെ ആൻറ്റി അത് വിട്, അതിത്ര വിഷയമുള്ള കാര്യമില്ല. ആൻറ്റി അതിങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് അതിത്ര വിഷയം, അല്ലാതെ പേടിക്കാനൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ലൊരു പ്ലാന് തയ്യാറാക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ദ്രനെ ഞാൻ കണ്ണു വെച്ചതാണ്. എനിക്കൊരു വസന്തമായിരുന്നു ഇന്ദ്രനും ഞാനും തമ്മിലുള്ളൊരു ജീവിതം. ആ വസന്തം നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ് ഈ അനുപമ. അതുകൊണ്ട് ശേഖരനെ അനുപമയെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള എല്ലാ വഴികളും എൻ്റെ അടുത്തുണ്ട്. എന്തായാലും ഇപ്പം എൻ്റെ അടുത്ത് ആ വഴിയൊന്നുമില്ല. എന്തായാലും എന്തെങ്കിലും വഴി തെളിഞ്ഞു വരും ആൻറ്റി ഇങ്ങനെ ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അനുപമയെ ഒഴിവാക്കി ഇന്ദ്രനെ സ്വീകരിക്കാനുള്ള ആ ഒരു പരിപാടി ഒന്നല്ല, അതിനുള്ള ആ വസന്തമൊന്നും ഇപ്പം അവനിലില്ല, അവൻ എന്നിലോട്ട് വരില്ല. പക്ഷെ അനുപമ കണ്ണീര് കുടിക്കുന്നത് കാണാൻ എനിക്കൊരു പ്രത്യേക സുഖമാണ് എന്നിങ്ങനെ ഹർഷ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ സോനയുടെ കുഞ്ഞിനെ അനുപമ എടുത്തു കൊണ്ടുവന്നിട്ട് പിന്നീട് ശേഖരൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അതായത് റൂമിൽ കട്ടിലിൽ ഇരുന്ന കുഞ്ഞ് താഴെ വീഴും. അപ്പോൾ അച്ഛനെ കുഞ്ഞിനെ നോക്കുമോ, വലിയ സന്തോഷം എന്ന് പറയണ്. അങ്ങനെ ശേഖരൻ ആ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കുകയാണ്. അനുപമയാണെങ്കിൽ കിച്ചണിലോട്ട് പണിക്ക് പോയിരിക്കുകയാണ്, ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറയണ്. ആ സമയം ശേഖരൻ പറയുന്നുണ്ട്, എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വലിയ സന്തോഷമാണ്, പക്ഷേ ഈ വീട്ടിലുള്ള ആരും അതിനെ അനുവദിക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പേടിയുണ്ട്. ഇപ്പോൾ ഈ വീട്ടിൽ ആരും ഇല്ലല്ലോ, അമ്മ വൈകിട്ടേ വരുള്ളൂ, സോനയാണെങ്കിൽ 3 മണിക്ക് ശേഷമേ വരുള്ളൂ, അതുവരെ അച്ഛൻ നോക്കിക്കോ, ഞാൻ അപ്പോഴേക്കും അടുക്കളയിൽ പണി കഴിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അനുപം പോവുകയാണ്. അങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ ഇരുന്ന് കളിപ്പിക്കുകയാണ്. ആ കളിപ്പിക്കലും
പാട്ടുപാടി കൊടുക്കലൊക്കെ കാണുമ്പോൾ ഉടൻ തന്നെ അനുപം പറയാണ് ആ മനുഷ്യന് വലിയ സന്തോഷമാണ്. ഇപ്പോൾ എന്താ ആ മനുഷ്യൻ്റെ മനസ്സിൽ എന്ന് പറയാനില്ല. ഇപ്പോൾ ആ മനുഷ്യന് ജീവിക്കണം എന്നുള്ള ആ ഒരു ഇതൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ അനുഭവം ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അത്രയും നല്ല പാട്ടുകളാണ് കുഞ്ഞിന് പാടിക്കൊടുക്കുന്നത്. അപ്പോഴാണ് സോന അങ്ങോട്ടേക്ക് വരുന്നത്. തൻ്റെ കുഞ്ഞിനെ എടുത്തു നിൽക്കുന്നതാണ് സോന കാണുന്നത്. കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് കളിപ്പിക്കുകയാണ്. ഇത് കാണുന്ന സോന ഇയാളുടെ കയ്യിൽ ആരാണ് എൻ്റെ കുഞ്ഞിനെ കൊടുത്തത് എന്ന ആ ഭാവത്തിൽ ദേഷ്യത്തോടു കൂടി വരികയാണ്. അമ്മ ഇവിടെ ഇല്ലേ എന്ന ആ ഭാവത്തോടു കൂടി ഇങ്ങനെ അകത്തോട്ട് കയറി വന്ന് എൻ്റെ കുഞ്ഞിനെ ആരാണ് നിങ്ങളുടെ കയ്യിൽ തന്നെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ സോനമോളെ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിൻ്റെ കുഞ്ഞിനെ കൊഞ്ചിപ്പിച്ചു. അത് മാത്രമല്ല സോനെ, നിൻ്റെ മോള് നിന്നെപ്പോലെ തന്നെയാണ്, ചെറിയൊരു കുറുമ്പും അതുപോലെ തന്നെ നീ ചിരിക്കുന്ന ചിരിയൊക്കെയാണ്. ഇപ്പോൾ പഴയകാല ജീവിതത്തിലോട്ട് ഞാനൊന്ന് പോയി എന്ന് പറയാണ്. എൻ്റെ അമ്മയെ കഷ്ടപ്പെടുത്തിയ ആ പഴയകാല ജീവിതമല്ലേ, അതിനെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ എന്നോട് സംസാരിക്കാനൊന്നും നിൽക്കണ്ട. എൻ്റെ അമ്മയെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ ആ പഴയകാല ജീവിതത്തിൻ്റെ കഥകളൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറയണം. അപ്പോഴേക്കും അനുപമ അങ്ങോട്ടേക്ക് കയറി വരികയാണ്. ഞാനില്ലാത്ത നേരം നോക്കി എൻ്റെ കുഞ്ഞിനെ എടുത്തിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സോന, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിൻ്റെ അച്ഛനല്ലേ, നിൻ്റെ അച്ഛനെ നിൻ്റെ കുഞ്ഞിനെ നോക്കിയെന്ന് കരുതി എന്താ കുഴപ്പം? അപ്പം നിങ്ങളാണല്ലേ എൻ്റെ കുഞ്ഞിനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചത്, അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചത്. എന്താ സോനയെ നീ വിളിക്കുന്നത്? സ്വന്തം അച്ഛനെ അയാളെന്നോ? ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത്.